അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് പുരുഷന്മാരോട് നൽകേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി നല്ല വാതൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് വേറൊരു ഭാഗത്ത് പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഇടയിൽ സ്ത്രീകളെ കണ്ടുമുട്ടിയപ്പോൾ ഒരു കൂട്ടം സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി ചില ഉപദേശങ്ങൾ പറയുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. യാ മാശറൻ നിസാ തസദ്ദഖ്ന ഫഇന്ന അക്സറകുന്ന ഹതബു ജഹന്നം. ഓ പെണ്ണുങ്ങളെയാണ് വിളിക്കുന്നത്. ഓ എൻ്റെ സ്ത്രീകളെ, നിങ്ങൾ നല്ലോണം സദക്ക ചെയ്യണം. കാരണം നിങ്ങളാണ് കൂടുതലും നരകത്തിൻ്റെ വിറകുകളായിട്ട് ഞാൻ കണ്ടത്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നരകത്തിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സദക്കകൾ അധികരിപ്പിക്കുക. സദക്ക എന്ന് പറഞ്ഞാൽ കേവലം ഉള്ള പണം കൊടുക്കൽ മാത്രമല്ല, നല്ല വാക്കുകൾ, നല്ല പ്രവർത്തനം, അതൊക്കെ സദക്കയിൽ പെടും. പറ്റുമെങ്കിൽ ധാരാളം കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ സാമ്പത്തികമായിട്ട് നല്ല ചെലവഴിക്കുക. അപ്പോൾ നിങ്ങൾ സദക്കകൾ അധികരിപ്പിക്കുക. നിങ്ങളാണ് നരകത്തിൻ്റെ വിറകുകൾ കൂടുതലായി ഞാൻ കണ്ടത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു പെണ്ണ് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതെന്തേ അങ്ങനെ വരാൻ കാരണം? ഞങ്ങളെന്താ നരകത്തിൽ കൂടുതലാവാൻ കാരണം എന്ത് നബി എന്ന് ചോദിച്ച് അതിനുള്ള മറുപടിയാണ് എന്നെ ശ്രവിക്കുന്ന ഓരോ ഉമ്മമാരും സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കൂടുതലാവാൻ കാരണം അന്നകുന്ന തുക്സിർന ശിക്കായ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പരാതി അധികരിച്ചവരാണ്. ഏറ്റവും കൂടുതൽ പരാതി ഇവിടെ ആയിരിക്കാണ് സ്ത്രീകൾക്കാണ്. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? ഏതൊരു വിഷയത്തിനും പരാതി, എവിടെ പോയാലും പരാതി, വന്നാലും പരാതി, ഒരു പരിപാടിക്ക് പോയാൽ അവിടുത്തെ ധാരാളം പരാതി, വേറെ എന്തെങ്കിലും കണ്ടാൽ അതും പരാതി, ഒരു ടൗണിൽ പോയാൽ പരാതി, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എല്ലാത്തിനും പരാതി പറയുന്ന അവളെങ്ങനെയാണ്, ഇവളിങ്ങനെയാണ്, അവിടെ അത് ശരിയില്ല, ഇവിടെ ഇത് ശരിയില്ല, ഇങ്ങനെ പല നിലക്കും പരാതിയുടെ ഒരു ലോകമാണ് സ്ത്രീകൾ പുരുഷന്മാരുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്നത്. അങ്ങനെ ഈ പരാതികൾ അധികരിച്ചത് കൊണ്ട് തന്നെ അത് അവരുടെ ഒരു നല്ല പരിപാടിയല്ല ഈ പരാതി അധികരിപ്പിക്കുക എന്നുള്ളത്. അത്യാവശ്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ അവിടെ പറയാമെന്നല്ലാതെ ഈ കണ്ടതൊക്കെയും പരാതികളാക്കി മാറ്റുകയാണ്. അത് ഉണ്ടായിക്കൂടാ. പ്രത്യേകിച്ചും റമദാനിൻ്റെ അവസാനത്തെ 10 കാലെടുത്ത് വെക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കണം. പെരുന്നാൾ ആഘോഷത്തിൻ്റെ പേരും പറഞ്ഞ് പല നിലക്കുള്ള വസ്ത്രങ്ങൾ വാങ്ങാനും മറ്റും നാം ഇങ്ങനെ അതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ടൗണിൽ പോയി ഒരു വസ്ത്രം കണ്ടാൽ അതുമായി ബന്ധപ്പെട്ട പരാതി, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ അവരുടെ നമ്മുടെ കയ്യിലേക്ക് കൊടന്ന് ഏൽപ്പിക്കുന്ന വസ്ത്രങ്ങൾ, അതിനെ നോക്കിക്കൊണ്ട് ഇത് തീരെ ശരിയില്ല, സുബ്ഹാനല്ലാഹ്, കൊണ്ടുവന്ന് എത്തിയതേ ഉള്ളൂ, ആ സമയത്ത് തന്നെ അത് തീരെ ശരിയില്ല, ഇത് തീരെ ശരി, എന്ത് കൊണ്ടുവന്നാലും ശരിയില്ല, അത് പോരാ, ഇതെനിക്ക് ശരിയാവൂല, അത് നമ്മുടെ കുട്ടികൾക്ക് ശരിയാവൂല, അത് അവർക്ക് പറ്റിയതായിട്ടില്ല, അല്ലെങ്കിൽ അത് ഈ സമയത്തുള്ള ഈ കാലത്ത് വേണ്ട ഫാഷൻ അല്ല, ഇങ്ങനെ പരാതികൾ, അതിൻ്റെ പോരായ്മകൾ. എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കൂല. എല്ലാത്തിനും പോരായ്മ, എല്ലാത്തിനും പരാതികൾ. ഇങ്ങനെ ഉള്ള ഒരു സ്വഭാവം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ കൂടുതലാണ് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ആ ഒരു മറുപടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും. അതുകൊണ്ട് ഇത്രയും വിഷയങ്ങൾ നാം ശ്രദ്ധിക്കുകയും പരമാവധി നല്ല കണ്ണുകൊണ്ട് നല്ലത് കാണുക. അതിന് നല്ല കണ്ണ് വേണം. നല്ലത് കാണണമെങ്കിൽ നല്ല കണ്ണ് എന്ന് പറഞ്ഞാൽ അവിടെ കാണുമ്പോൾ തന്നെ തെറ്റുകളും പോരായ്മകളും കാണുമ്പോൾ തൽക്കാലം ഒഴിവാക്കുക. നല്ല കണ്ണാവും. ആ നല്ല കണ്ണുകൊണ്ട് നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം പറയുക, ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക, ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഇടപെടുക. ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.